ആരെ ആദ്യം ഇൻഫോം ചെയ്ത് ഈ റിസൾട്ട് കണ്ടപ്പോൾ? ഞാൻ ആക്ച്വലി ആദ്യം ഇൻഫോം ചെയ്തത് എന്റെ അമ്മയാണ്. അമ്മയാണ്? വീട്ടിൽ തന്നെയായിരുന്നു? വീട്ടിൽ തന്നെ ആയിരുന്നു. അമ്മയുടെ റെസ്പോൺസ് എന്തായിരുന്നു? അമ്മ ഡെയിലി വന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, റിസൾട്ട് വന്നു, റിസൾട്ട് വന്നു, എന്താ എന്താ. അമ്മയാണ് ഭയങ്കര ക്യൂരിയസ് തോന്നുന്നു. അതെ, അമ്മയാണ് ഒത്തിരി ക്യൂരിയസ്. അമ്മയോട് പറഞ്ഞു, അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അമ്മയുടെ ഹാപ്പി അവിടെ സന്തോഷം കണ്ടിട്ടാണ് അച്ഛൻ വന്നിരിക്കും എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താ റിസൾട്ട് വന്നപ്പോ? പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സിലെ ആ ഒരു സെക്കൻഡ്. ഓക്കേ, ദിസ് ഈസ് ഹാപ്പിനെസ്. അതാ ആ ഒരു സെക്കൻഡ് ആണ്. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ സെക്കൻഡ് വേണ്ടിയാണ്. ഇനി അടുത്ത് കുറെ കഷ്ടപ്പെടാൻ പോകുന്നത് വേറെ ഏതോ ഒരു സക്സസിന് വേണ്ടിയാണ്. This part of my life, this little part, is called happiness. ഹായ് ഓൾ. അപ്പോൾ ഇപ്പോൾ SSC CGL 2024 റിസൾട്ട് വന്നിട്ടുണ്ട്. വരാണ്ട റേസ് ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റിസൾട്ടാണ്. ടോട്ടൽ 121 സ്റ്റുഡൻസ് ആണ് ഇപ്രാവശ്യം ട്രിവാൻഡ്രത്ത് നിന്ന് മാത്രം ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൂടെ ഉള്ളത് പ്രീതു ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, SSC CGL ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ SSC MTSന്റെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയിലും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പ്രീതുമായിട്ട് സംസാരിക്കാം. അപ്പോൾ പ്രീതു എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ വരുന്ന മാർച്ച് 13 ആയിരുന്നു നമുക്ക് റിസൾട്ട് വന്നത്. മാർച്ച് 2 CGL MTSും അടുപ്പിച്ച് വന്ന റിസൾട്ട്. രണ്ടിലും പ്രീതുവിന്റെ പേരുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തിരുന്നു? ആക്ച്വലി ഇല്ല, എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എന്നാലും കിട്ടിയതിൽ സന്തോഷം. ഓക്കെ, പ്രീതുവിനെ പറ്റി പറയുമ്പോൾ പ്രീതുവിന്റെ ബ്രദർ പൃഥ്വി നമ്മുടെ റേസിലെ സ്റ്റുഡന്റ് ആണ്. റേസ് ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ പൃഥ്വി ഇപ്പൊ കറന്റ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. എവിടെ? വർക്കല തന്നെയാണ്? അല്ല, ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരനാണോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? അവനായിരുന്നു ശരിക്കുള്ള മോട്ടിവേഷൻ. ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. റേസ് ട്രിവാൻഡ്രം റേസ് സജസ്റ്റ് ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാമിലി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടിലെ അച്ഛൻ, അമ്മ, ചേട്ടനാണുള്ളത്, പിന്നെ ഞാൻ തന്നെ. ഓക്കെ, അപ്പൊ വീട്ടിലുള്ള രണ്ടുപേരും. അപ്പൊ അച്ഛൻ ഇപ്പൊ കറന്റ് വർക്കിംഗ് ആണോ? അല്ല, അച്ഛൻ UAE വർക്കിംഗ് ആയിരുന്നു. 1 ഇയർ ആയിട്ട് നാട്ടിലാണ്. ഓക്കെ, അപ്പൊ രണ്ട് മക്കളും, ചേട്ടനും അനിയത്തി ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്രൗഡ് മൊമെന്റ് പാരന്റ്സ് സംബന്ധിച്ചോളം. അവർക്ക് ഓക്കെ, രണ്ട് മക്കളും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഇപ്പോ തിരിച്ചു വന്നു അല്ലേ? എത്തിയിട്ടുണ്ട്, നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാണ്. അതെ, വളരെ ഹാപ്പിയാണ് അവർക്ക്. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നമുക്ക് റിസൾട്ടിലോട്ട് വരാം. എക്സ്പെക്ട് ചെയ്തിരുന്നു സത്യം പറഞ്ഞ ഈ റിസൾട്ട്? ചെറുതായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പൊ ഈ പറഞ്ഞ MTSും CG രണ്ടും കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഏതെങ്കിലും ഒന്ന് ചിലപ്പോ കിട്ടുമായിരിക്കും, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പൊ വീടിപ്പം വർക്കലല്ലേ? വർക്കലയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് എങ്ങനെയായിരുന്നു? സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് കുഴപ്പമില്ല, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആയാലും അല്ലാതെ ആയാലും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. അച്ഛൻ ഗൾഫിലായിരുന്നു, അതിനുശേഷം ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ എല്ലാ വീട്ടിൽ നിന്നും വരുന്നൊരു കാര്യമാണ്. എനിക്കൊന്ന് 2-2.5 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 1 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ വീട്ടിൽ നിന്നും പറയും, ഓക്കെ, ഒരു കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ പോവാം. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നോ? എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠിക്കാമല്ലോ, അങ്ങനെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ നിർബന്ധം തന്നെയായിരുന്നു എക്കണോമിക്കലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം. വീട്ടിൽ പറഞ്ഞു എനിക്കിനി വേണ്ട, ഞാൻ ജോലി കിട്ടിയിട്ടേ കല്യാണം ഉള്ളൂ. അതെ, ആ ഒരു ഡിസിഷൻ എന്റെ തന്നെയായിരുന്നു. അപ്പൊ ചേട്ടനൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ? ചേട്ടൻ നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ചേട്ടൻ അത് വളരെ നല്ലൊരു തീരുമാനം എന്നുള്ള രീതിയിൽ ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞതല്ല, അതിന് മുന്നേ ഒരു കല്യാണം വേണ്ട എന്ന് ഇങ്ങോട്ട് പറഞ്ഞത്. അത് അടിപൊളി. അപ്പൊ വീട്ടിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ കാര്യം പറഞ്ഞു. ദെൻ നിങ്ങളുടെ സ്റ്റഡീസ് ഒക്കെ എവിടെയായിരുന്നു? ലൈക്ക് ഞാൻ പഠിച്ചത് വർക്കല തന്നെയാണ്, വീട്ടിന്റെ അടുത്ത് തന്നെയാണ് പഠിച്ചത്. സ്കൂളിംഗ് ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. MGM മോഡൽ സ്കൂളിൽ എന്ന് പറഞ്ഞ CBSE സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ കോളേജ് BSc ഫിസിക്സ് എടുത്ത് വർക്കല SN കോളേജിലാണ് ഞാൻ പഠിച്ചത്. അതെ, അതിനുശേഷം ഞാൻ PG ചെയ്തു, MSc ഫിസിക്സ്. അത് PGയും ചെയ്തു. അത് കൊല്ലം SN കോളേജിലാണ് പഠിച്ചത്. അപ്പോ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഈ പറഞ്ഞ മാസ്റ്റേഴ്സും കഴിഞ്ഞു, പിന്നെ SSCയിലോട്ട്. അതെ, അതങ്ങനെ പെട്ടെന്നൊരു വേർതിരിവ്? ആക്ച്വലി ഞാൻ ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഓഫ്കോഴ്സ് ഇവിടുത്തെ എല്ലാവരും പോകുന്നത് പോലെ തന്നെ PSCയിലോട്ടാണ് ആദ്യം തിരിയുന്നത്. ആദ്യം ഞാൻ PSC കുറച്ച് നാളെ നോക്കുന്നുണ്ട്. അപ്പോൾ PSC വന്നിട്ട് ഒരു ടൈം ഡിലേ എന്നൊരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് പിന്നെ SSCയിലേക്ക് തിരിയാം. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ SSC വഴി ജോലി കിട്ടിയ നേരത്ത്
അപ്പോ അതില് SSC കുറച്ച് ലിസ്റ്റിൽ വന്നാൽ എന്തായാലും ജോലി ഉറപ്പാണ്, ഒരു ഷുവർ ഷോട്ടാണ് എന്നൊരു ഇത് ഉള്ളത് കൊണ്ടാണ് SSC PSC കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തു. ഓക്കെ, അപ്പം ചേട്ടൻ ജോലി കിട്ടിയതിന് ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ചേട്ടൻ തന്നെ പറഞ്ഞു ട്രിവാൻഡ്രത്ത് തന്നെ പോകണം, ട്രിവാൻഡ്രം റേസ് അവൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. ട്രിവാൻഡ്രം റേസ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ട്രിവാൻഡ്രം റേസ് ഇങ്ങനെയൊക്കെയാണ്, അവിടുത്തെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നല്ല ഇൻഫ്രാസ്ട്രക്ചർ വളരെ മികച്ചതാണെന്ന് പറഞ്ഞിരുന്നു. ലാബ്, ലൈബ്രറീസ് എല്ലാം ഉണ്ട്. പിന്നെ ഏത് സമയം വേണോ അന്ന് നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, ആ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ചേട്ടനാണ് റോൾ മോഡൽ. അപ്പൊ ചേട്ടന്റെ പാത അതേപോലെ പിന്തുടർന്നു, വിജയത്തിലെടുക്കുകയും ചെയ്തു. ഗ്രേറ്റ്. അപ്പോൾ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ നമുക്കിപ്പോ പൃഥ്വിനാണെങ്കിലും നമുക്ക് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്രയും നേരം പൃഥ്വിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പൃഥ്വി നമുക്ക് അറിയാം, ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട് ഓഫ് ടീം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോ പൃഥ്വിയുടെ അതേ പാത പിന്തുടർന്ന് താങ്കളും ക്ലിയർ ചെയ്തു. അപ്പോൾ പൃഥ്വി ഇപ്പൊ ഈ റേസിനെ പറ്റി പറഞ്ഞാണ്. ട്രിവാൻഡ്രം റേസിൽ പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ വലുതാണ്, ഇവിടെ ഇത്രയും സമയം പഠിക്കാം, ഇവിടെ ലാബ് ഉണ്ട്, ലൈബ്രറി ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ശരിക്കും ഇവിടെ വന്ന സമയത്ത് എനിക്കൊന്ന് 2022 ഇവിടെ ജോയിൻ ചെയ്തല്ലേ? 23. അപ്പൊ 23 വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യം ബേസിക് ക്ലാസ്സും ബേസിക് സർക്കിളും. അപ്പൊ ആര് മെന്റർ ആരായിരുന്നു? ഗോകുൽ സാർ ആയിരുന്നു. എങ്ങനെയുണ്ട് ഗോകുൽ സാറിന്റെ സെഷൻസ്, അല്ലെങ്കിൽ മെന്ററിംഗ് സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. സാറിന് പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് എല്ലാ ക്വസ്റ്റ്യനും ബോർഡിൽ ചെയ്യും. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറിയാമോ അറിയത്തില്ലേ അതൊന്നും വിഷയമല്ല, സാറിനെ ബാധിക്കുന്ന വിഷയമല്ല. സാർ 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യനും ബോഡി ചെയ്ത് നമുക്കത് ക്ലിയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ പുള്ളിക്കാരൻ പോകത്തുള്ളൂ. അങ്ങനെ തന്നെയാണോ? ഓക്കെ. അപ്പൊ സർക്കിൾ ശരിക്കും ഹെൽപ്ഫുൾ ആയിരുന്നു, ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന രീതിയിൽ ആണ്. ശരി, ഈ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മാർക്ക്. ഇപ്പം SSCയുടെ കേസ് പറഞ്ഞു. SSCയുടെ ഫസ്റ്റ് എക്സാം എത്ര എക്സാം എഴുതിയിരുന്നത്? സെക്കൻഡ് CGL-ആണ്. സെക്കൻഡ് CGL. ഓക്കെ, ഫസ്റ്റ് CGL അപ്പൊ 2022 തന്നെ, 23 ഫസ്റ്റ് CGL. അപ്പം അതില് ഞാൻ ടയർ 1 ക്ലിയർ ആയിരുന്നു. ടയർ 1 ക്ലിയർ ചെയ്തു. എത്ര മാർക്ക് ഉണ്ടായിരുന്നു അപ്പോ ടയർ 1-നോ? ഓർക്കുന്നില്ല. ഓക്കെ, ഫൈൻ. ടയർ ഇപ്പൊ നമ്മുടെ എക്സാം എഴുതിയപ്പോ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? ടയർ 1-ന് എനിക്ക് CGL-ല് 156 ആയിരുന്നു മാർക്ക്. ഔട്ട് ഓഫ് 200 156 മാർക്ക്. അതൊരു നല്ലൊരു സ്കോർ ആട്ടോ. കാരണം ഇപ്രാവശ്യം കട്ട് ഓഫിന് 150 സംതിങ് ആയിരുന്നു. ഇപ്രാവശ്യം വലിയ നോർമലൈസേഷൻ കഴിഞ്ഞപ്പോ 164 ആയി. അപ്പൊ അതിനുശേഷം പിന്നെ മെയിൻസ്. അപ്പോൾ അത് എനിക്കൊന്ന് കുറച്ച് സമയം കിട്ടി കാണും മെയിൻസിലുള്ള പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ മുന്നേ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? CGL പ്രിലിംസിൽ തന്നെ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നോ? പ്രിലിംസിന്റെ കൂടെ മെയിൻസിന്റെ തന്നെ, മെയിൻസ് മുന്നേ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെല്ലാരും പഠിക്കുന്നത്. അതെ, തീർച്ചയായും. SSC സംബന്ധിച്ചോളം എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം, രണ്ടിന്റെ സിലബസ് സെയിം ആണ്. ഇവൻ പ്രിലിംസ് എടുത്താലും ശരി, മെയിൻസ് എടുത്താലും ശരി, ഈ പറഞ്ഞ സബ്ജക്ട് സെയിം ആയതുകൊണ്ട് ഇവിടെ പഠിക്കുന്നതിന് അവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ ഇടുന്ന എഫേർട്ട് ഈക്വലി ഡിവൈഡ് ആയി പോയിക്കോളും. അപ്പോ മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പ്രിലിംസ് കിട്ടിയതിനു ശേഷം? മെയിൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള നമ്മുടെ ഇപ്പോ സ്റ്റാറ്റിസ്റ്റിക്സ് പോലത്തെ ടോപ്പിക്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പോലത്തെ ടോപ്പിക്, അത് എക്സ്ട്രാ ആയിട്ട്, പിന്നെ ടൈപ്പിംഗ് ടെസ്റ്റും എക്സ്ട്രാ ആയിട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ശരി, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ക്ലാസ്സസിലോട്ട് വരാം. മെന്ററിംഗിന്റെ കേസ് പറഞ്ഞു, അതുപോലെ ഫാക്കൽറ്റീസ് ആരെങ്കിലും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഫാക്കൽറ്റീസ്, അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഫാക്കൽറ്റീസ് വന്നിട്ട് നമ്മുടെ കാർത്തിക് സാറ് എന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാർത്തിക് സാർ, അതുപോലെ തന്നെ ആകാശ് സാറ്, പിന്നെ യദു സാറ്, വൈഷ്ണവ് സാറൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, ഈ റിജിൻ സാർ അല്ലെ ജയരാജ് സാർ ഫാക്കൽറ്റീസ് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? റിജിൻ സാറിന്റെ മാത്സ് ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീരാജ് സാറിന്റെ GK സെഷൻസ്. സാർ എവിടെ സാർ ഏത് ക്ലാസ് എടുത്താലും നമ്മുടെ ഫ്രണ്ടിൽ കാണും. സാറിന്റെ ക്ലാസ് കാണാറുണ്ട് എപ്പോഴും. ഒരു 200 പിള്ളേര്, 150 പിള്ളേര് പിന്നെ പൊതിഞ്ഞിരിക്കും സാറിന് എപ്പോഴും. സാറിന് മാജിക് പോലെയാണോ ക്ലാസ് കൊടുക്കുന്നത്? എന്താ സാറ് GK പഠിപ്പിക്കുന്ന ആ ഒരു പാഷൻ എന്ന് പറയുന്നത്, അത് നമുക്ക് ആ ക്ലാസ്സിൽ ഫീൽ ചെയ്യും. നമ്മളത് മറക്കില്ല ശ്രീരാജ് സാറിന്റെ ക്ലാസ്സിൽ പഠിച്ചാൽ. ആ പഠിപ്പിക്കുന്ന സമയം സെറ്റാണ്, പിന്നെ വീട്ടിൽ നോക്കേണ്ട ആവശ്യമില്ല. നോക്കണം, പക്ഷെ എന്നാലും അത് നമ്മുടെ ഹാർട്ടിൽ തന്നെ കിടക്കും. ഹാർട്ടിൽ കിടക്കും. ഓക്കെ, മനസ്സിൽ തട്ടിയാ സാർ പഠിപ്പിക്കുന്നത്. അടിപൊളി. അപ്പോ ഫാക്കൽറ്റീസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ കൂടി അവർക്ക് അറിയേണ്ടത് എങ്ങനെ ഇതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാ. ഇപ്പോ ഒരാൾ പഠിച്ചു, ക്ലിയർ ചെയ്തു, ഫൈൻ. ബട്ട് ഇപ്പൊ SSC എക്സാംസ് എടുത്തു കഴിഞ്ഞാൽ മാത്സ് ഉണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, GA. ഓക്കെ, അപ്പൊ ഇതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ സ്ട്രാറ്റജി നമുക്ക് എന്തെങ്കിലും വേണം. അപ്പൊ 1 by 1 ആയിട്ട് നമുക്ക് വരാം. മാത്സിന് എങ്ങനെ ഉണ്ടായിരുന്നു? ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. പ്രിലിംസിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. ഒരു രണ്ട് ക്വസ്റ്റ്യൻ എന്തോ വിട്ടു, ബാക്കി കിട്ടിയായിരുന്നു. മെയിൻസ് വന്നപ്പോ എനിക്ക് കുറച്ച് ടഫായിരുന്നു, മാത്സ് കുറച്ച് ടഫായിരുന്നു. എനിക്ക് 65 ആണ്. ഔട്ട് ഓഫ് 90 മെയിൻസിന് 65.
65. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു സ്കോറാണ്. കാരണം ടഫ് ഷിഫ്റ്റ് തന്നെയായിരുന്നു കാരണം ആ അറ്റംപ്റ്റ് ചെയ്ത എല്ലാവർക്കും ഇത്തിരി പാടായിരുന്നു എക്സാം. ബട്ട് സ്റ്റിൽ മാത്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനിഷ്യലി പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് പഠിക്കുന്നു, ഭൂരിപക്ഷം പേരും മാത്സ് പാടായിട്ട് വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ തന്നെ കാരണം ഇത് എങ്ങനെ പഠിക്കണം, ഇതിന്റെ ഷോർട്ട് കട്ട്സ് എങ്ങനെ, അതിന് സ്ട്രാറ്റജി എന്തായിരുന്നു പ്രീതിന്റെ? സ്ട്രാറ്റജി വന്നിട്ട് എനിക്ക് മാത്സ് അത്ര ടഫ് അല്ല, ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചത്, അതുകൊണ്ട് എനിക്ക് മാത്സ് കുറച്ച് അറിയാമായിരുന്നു. പിന്നെ ബാക്കി ഈ നമ്മുടെ SSCക്ക് വേണ്ടിയിട്ട് കുറച്ച് മാത്സ് വേണമല്ലോ, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാത്തല്ല, അത് പിന്നെ ട്രിക്സും അത് യൂസ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഷോർട്ട് കട്ടിനൊക്കെ നമ്മുടെ മെന്റേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വന്നിട്ട് ഞാൻ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്സ് എടുത്തു വെച്ച് അത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാറാണ് എന്റെ ഒരു. മാത്സിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്ത ബുക്സ് അല്ലെങ്കിൽ അത് ഈ ഒരു ബുക്ക് നോക്കിയാൽ മാത്സ് പഠിച്ച അങ്ങനെ ബുക്സ് ഉണ്ടോ? അങ്ങനെ ബുക്ക് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ പിന്നാക്കളും പിന്നെ കിരണിന്റെ ബുക്സ് ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമായിരുന്നു? ചെയ്യുമായിരുന്നു, ഒരുവിധമുള്ളതെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴും ഇപ്പം ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും ശരിക്കും ഡൗട്ട് വരുന്നത് എങ്ങനെ മാത്സ് പഠിക്കാം, ഇപ്പം കാൽക്കുലേഷൻ സ്പീഡ് എങ്ങനെ കൂട്ടാം, എന്താ പ്രീതുവിന്റെ ആ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനായിട്ട്? കാൽക്കുലേഷൻ സ്പീഡ് ആദ്യം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. സ്പീഡല്ല ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആദ്യമേ നമ്മൾ സ്പീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മൾ എത്തത്തില്ല, നമ്മൾ പേടിച്ചു പോകും. പേടി ഉണ്ടായിരുന്നു എന്റെ സ്വന്തം അനുഭവത്തിൽ പറയുന്നു. പ്രീതി അങ്ങനെ ഓപ്പൺ അപ്പ് ആവുകയാണ്, സ്വന്തം അനുഭവം. ശരിക്കും തുടക്കം തന്നെ ഇത്തിരി പേടിച്ചാ തുടങ്ങിയത് മാത്സിന്? അതെ, കുറച്ച് അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ പേടിച്ചു. ഉറപ്പായിട്ടും. അതുകൊണ്ട് ചെയ്യുക, അതിനുശേഷം അതേ മോഡൽ വരുമ്പോൾ നമ്മൾ സ്പീഡിന് ചെയ്യും. നമ്മൾ അതിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടായിരിക്കും, എന്തായാലും നമുക്ക് സമയം എടുക്കും. അതെ പ്രീതി, ഇപ്പം ഞാനിപ്പോ ഇവിടുത്തെ ടീമിൽ ട്രിവാൻഡ്രം ടീമിൽ കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ അറിയാം. പലരും ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് പോകാൻ കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ പ്രീതി പറഞ്ഞ ഇതേ സ്റ്റാർട്ടിംഗ് പോയിന്റാ, ഞാൻ ചെയ്തു ബട്ട് എന്നെ കൊണ്ട് കുറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സമയം എടുക്കുന്നു. അപ്പോൾ പ്രീതിന് ഇനിഷ്യലി ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, മാത്സ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു. അപ്പൊ പിന്നെ അത് വർക്ക്ഔട്ട് ചെയ്തോണ്ടേയിരുന്നു. അതെ, ടൈം ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ്. അപ്പൊ തുടക്കമൊക്കെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറയത്തില്ല, അപ്പൊ അത് കാണുമ്പോൾ ടെൻഷൻ ആവത്തില്ല? അതെ, അത് എപ്പോഴും കുറഞ്ഞേ വരുള്ളൂ. നമ്മൾ ആദ്യമേ തന്നെ ഫുൾ സ്കോർ അടിക്കുവാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യം. സത്യം. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതിയല്ലോ, പിന്നെ വരേണ്ട ആവശ്യമില്ല, പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ല, എക്സാം എഴുതിയാൽ മതിയല്ലോ. അപ്പൊ എല്ലാവർക്കും ആദ്യം മാർക്ക് കുറഞ്ഞു തന്നെയായിരിക്കും വരിക, അതിനെ ഇംപ്രൂവ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. അപ്പം എല്ലാ ദിവസവും മാത്സ് വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു? എല്ലാ ദിവസവും മാക്സിമം എല്ലാ ദിവസവും എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ മാത്സ് ചെയ്തോണ്ടിരുന്ന നമുക്ക് ഭ്രാന്തെടുത്തു. അപ്പൊ അങ്ങനെയില്ല, ബട്ട് എന്നിരുന്നാൽ കൂടി മാത്സിലോട്ട് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീക്കില് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ മോക്ക് ചെയ്യണം, സെഷണൽ മോക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. അതെ, മെയിൻ ആയിട്ട് നമ്മൾ മോക്ക് ചെയ്യുക, മോക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. അത് അനാലിസിസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മോക്ക് ചെയ്തതിന് യൂസ് ഇല്ല. സത്യം. ഇത് ശരിക്കും പലരും ചെയ്തൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാല്, ഓക്കെ എന്റെ സാറ് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും മോക്ക് ചെയ്യണമെന്ന്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും 1 hour മോക്ക് ചെയ്യും. പക്ഷെ ഞാൻ അനലൈസ് ചെയ്യാറില്ല. ഇതിന്റെ അകത്തൊരു സ്ട്രാറ്റജി എന്താ വെച്ചാല്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 മണിക്കൂർ മോക്ക് ചെയ്താൽ മിനിമം 2 മണിക്കൂർ റിവൈസ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് റിയൽ എക്സാമിന് വരാൻ പോകുന്നത് എന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തെറ്റിയത് നമ്മൾ ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. നമ്മൾ തെറ്റിയത് എവിടെയാണോ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആ ഒരു മോഡൽ നമ്മളെ എക്സാമിന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതവിടെ ചിന്തിക്കുക. ആ ക്വസ്റ്റ്യനെ നമ്മുടെ ടൈം ഇംപ്രൂവ് ചെയ്യുക. നമുക്ക് കിട്ടാതിരുന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന് വന്നാൽ നമ്മൾ 10 സെക്കൻഡ് ചെയ്യുന്ന എങ്ങനെ ആലോചിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ 25 ക്വസ്റ്റ്യൻ മാത്സിന്റെ ഒരു മോക്ക് വെറുതെ ചെയ്തൊന്നിരിക്കട്ടെ. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇത് കൺവെൻഷൻ മെത്തേഡിലേക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാനൊക്കെ സമയം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? കണ്ടുപിടിക്കാനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അതിന് ഓഫ് കോഴ്സ് എന്റെ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ ഷോർട്ട് കട്ട് പറഞ്ഞു തരും. അപ്പം പോക്കറ്റിലൊരു ചെറിയൊരു ഷോർട്ട് കട്ട് ഐഡിയ വെച്ചിട്ട് പുള്ളിക്കാരി ഇരിക്കുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്പോട്ടില് ചേട്ടൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സർക്കിളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവര് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യും. മെന്റേഴ്സ് ചെയ്യും. അപ്പൊ സർക്കിളും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മാത്സിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്? അതെ, സർക്കിൾ ഒരു പ്രധാന ഘടകമാണ്. ആണല്ലേ? നമ്മുടെ ഒരു പിയർ നമ്മളെ കൂടെ എപ്പോഴും ഉള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ്. ഈ സർക്കിൾ വരുമ്പോ പലർക്കുള്ള, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിലും കൂടെ സ്റ്റുഡൻസിനാണെങ്കിലും ഉള്ള ഡൗട്ട്, ഇപ്പൊ എന്റെ സർക്കിൾ വളരെ വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണത്തില്ലേ, അപ്പൊ പിന്നെ എന്തിനാണ് എനിക്ക് സർക്കിൾ, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും പ്രീതിന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പം എല്ലാവരും ഒരേ ടോപ്പിക്കിലായിരിക്കില്ല വീക്ക് ആയിട്ടുള്ളത്.
ഞാൻ വീക്കായിട്ടുള്ള ഇപ്പൊ മാത്സ് തന്നെ എടുക്കുവാണെങ്കിൽ ഞാൻ വീക്കായിട്ടുള്ള പോർഷൻ ആയിരിക്കില്ല, ഞാൻ ചിലപ്പം ആവറേജിൽ വീക്കായിരിക്കും, പക്ഷെ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള വേറൊരാൾ കാണും. അവിടെ നിന്ന് നമുക്ക് എന്തായാലും നമുക്ക് ഇൻപുട്ട് കിട്ടും. നമ്മൾ അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും നമുക്ക് കിട്ടും. നമുക്ക് കൊടുക്കുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ടോപ്പിക് ഒന്നായിരിക്കും, പക്ഷെ നമുക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതെ, കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഫോക്കസ് ലാസ്റ്റ് ഇപ്പൊ ഇരുന്ന ടയർ 2ന്റെ ഫോക്കസിനാണെങ്കിൽ ആ ഫോക്കസിന് നമ്മുടെ സർക്കിളിൽ നിന്ന് മാത്രം 5 പേർക്കാണ് പ്ലേസ്മെന്റ് കിട്ടിയത്. ഒരാൾക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ പതുക്കെ ബാക്കിയുള്ള എല്ലാവർക്കും കിട്ടും. അതെ, കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ മാത്സിന്റെ സ്ട്രാറ്റജി ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയായിട്ടെങ്കിലും ഈ പറഞ്ഞ ഷോർട്ട് കട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ ചേട്ടൻ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്, ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്. അപ്പൊ അടുത്ത് നമുക്ക് ഇംഗ്ലീഷിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ടാ, ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, അതൊരു ലാംഗ്വേജാ. മാത്സ് പഠിക്കുന്ന പോലെ കുറെ ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് കിട്ടത്തില്ല. ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് ആണ്. അപ്പം അതിന് വേണ്ടി എന്ത് സ്ട്രാറ്റജി പ്രീതി യൂസ് ചെയ്തത്? ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് സ്ട്രോങ് ആണ്. പണ്ട് മുതലേ ഞാൻ റീഡിങ് ഹാബിറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. സ്കൂളിൽ ഞാൻ റീഡിങ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന സ്ട്രാറ്റജി എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. ഇംഗ്ലീഷ് വളരെ വീക്ക് ആയിട്ടുള്ളവർക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആക്ച്വലി ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ മാക്സിമം റിസോഴ്സസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വീക്കായിട്ടുള്ളത് ഗ്രാമർ ആണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ വൊക്കാബുലറിക്കായിട്ട് ബുക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ബുക്ക് പോലത്തെ ബുക്സ് റെഫർ ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ സർക്കിളിനകത്ത് തന്നെ ഇരുന്ന് ഒരു ദിവസം ഇത്ര 3 പേജ് വീതം പഠിച്ചിട്ട് വന്നിട്ട് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈവ ചോദിച്ച് ടെലിഗ്രാം ക്യൂസ് ഉണ്ടാക്കി അതിട്ട് നമ്മൾ റെഗുലർലി ക്യൂസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുന്നു. ക്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്ട്രോങ് ആണ്. ഇംഗ്ലീഷിന് എത്ര ഉണ്ടായിരുന്നു മാർക്ക്? എനിക്ക് ഫുൾ ആയിരുന്നു. 135 മാർക്സ് ഉണ്ടായിരുന്നു. 45 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഗ്രേറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് സ്ട്രോങ് ആയതുകൊണ്ട് അത് ഒരു പരിധി വരെ മാർക്ക് കൂട്ടാൻ ഹെൽപ്പ് ചെയ്തു. പ്രിലിംസിനപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ തെറ്റി, ഒറ്റ ക്വസ്റ്റ്യൻ തെറ്റിയുള്ളൂ, ബാക്കി ഫുൾ അടിച്ചു. ഓക്കെ. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാൻ ചോദിക്കാൻ, ഇപ്പൊ ഇംഗ്ലീഷ് സംബന്ധിച്ചുള്ളൂ, ഇപ്പൊ മാത്സ് ആണെങ്കിൽ ഓക്കെ എനിക്ക് പറയാം, ഒരു മെന്ററിനോട് ഡൗട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബ് നോക്കാം, എങ്ങനെയെങ്കിലും നമുക്ക് അതിന്റെ സൊല്യൂഷൻ ഷോർട്ട് കട്ട്സ് എങ്ങനെയും കിട്ടും. ബട്ട് ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, ഒരു 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എല്ലാ ബുക്കിൽ നിന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി സ്പെസിഫൈ ചെയ്ത ഏതെങ്കിലും ബുക്ക് വല്ലതും, ഇപ്പൊ ഗ്രാമറിനാണ്, ഇപ്പൊ ഗ്രാമറിന്റെ കേസ് പറഞ്ഞു, അങ്ങനെ ഗ്രാമറിന് വേണ്ടി ഏതെങ്കിലും ബുക്ക് വല്ലതും നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഗ്രാമർ ഒക്കെ സ്ട്രോങ് ആയിരുന്നു. യൂട്യൂബ് വീഡിയോ കണ്ടാണ്. ഏത് യൂട്യൂബ് വീഡിയോ? PSC ക്ലാസ്സസിന്റെ യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ്. അപ്പൊ അത് മതിയായിരുന്നു, പ്രീതിന് മതിയായിരുന്നു. എനിക്കത് മതിയായിരുന്നു ഇംഗ്ലീഷിന് വേണ്ടി. പക്ഷെ കറക്റ്റാ. അപ്പൊ പ്രീത് ബേസിക്കലി ഇംഗ്ലീഷ് സ്ട്രോങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ഫോക്കസ് കൊടുക്കേണ്ടി വന്നിരുന്നത്. എന്നാൽ കൂടി ഞാൻ വലുതായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ കൂടി വൊക്കാബിന് വേണ്ടി ബ്ലാക്ക് ബുക്ക് യൂസ് ചെയ്തു. ബ്ലാക്ക് ബുക്ക് ഓട്ടോമാറ്റിക് ഇല്ല, അപ്പൊ തറവാക്കിയിട്ടുണ്ട് ഒരുവിധം. ഓക്കെ, അടിപൊളി. അപ്പോൾ മാത്സും ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ റീസണിങ്ങിലോട്ട് വരെയാണ്. റീസണിങ് എന്തായിരുന്നു സ്ട്രാറ്റജി? എന്തെങ്കിലും സ്പെഷ്യൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? റീസണിങ് എനിക്ക് അത്ര വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയും. റീസണിങ് സെക്ഷൽ മോക്കും ചെയ്യാറുണ്ട്, അല്ലാതെ ഫുൾ മോക്ക് ചെയ്യുമ്പോൾ റീസണിങ് ചെയ്തു പോവുക എന്നുള്ള, അല്ലാതെ വേറെ ഇപ്പൊ ഏതെങ്കിലും തെറ്റിപ്പോകുന്ന പോർഷൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നമ്പർ സീരീസ് പോലത്തെ അതുപോലത്തെ നമ്മൾക്ക് ചിലപ്പം അത് കുറച്ചുകൂടി മാത്തമെറ്റിക്കൽ എബിലിറ്റി പോലെ വരും. അതിന് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഒരു ചില നമ്പർ പാറ്റേൺസ് നമ്മൾ കണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്കത് ഫെമിലിയർ ആവും. അപ്പൊ നമ്മൾ സ്പീഡ് വയ്ക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അപ്പൊ കുറച്ച് പ്രാക്ടീസ് ആണ് പ്രീതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് മാർക്ക്? എങ്ങനെയുണ്ടായിരുന്നു പ്രീതിന്റെ? എനിക്ക് 83 ആയിരുന്നു ടയർ 2 ഔട്ട് ഓഫ് 9. ഓക്കെ, 90 83, 7 മാർക്കേ പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോ റീസണിങ് വലിയ കുഴപ്പമില്ല. പ്രിലിംസിനാണെങ്കിലും സെയിം ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് 40 മാർക്ക് എന്തെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ട്. ശരി. അപ്പൊ റീസണിങ് കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഇംഗ്ലീഷ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഈസി ആയിരുന്നു എന്നാ പറയുന്നത്. റൈറ്റ്. ഇനി അപ്പൊ നമുക്ക് ഒരു ടോപ്പിക് ഉണ്ട്, GS. GS എത്ര മാർക്ക് ഉണ്ടായിരുന്നു? മെയിൻസ് GS ആണ് എന്റെ വീക്ക് പോയിന്റ്. GS ആണ്. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് 27 മാർക്ക് ആയിരുന്നു ഔട്ട് ഓഫ് 75. അപ്പൊ ഏറ്റവും കുറഞ്ഞ മാർക്ക് നമ്മൾ GS ലാ സ്കോർ ചെയ്ത. അതെ, GS മൊത്തത്തിൽ ടഫ് ആയിരുന്നു. ടയർ 2ന്റെ GS ടഫ് ആണ്. ഇപ്പോഴും ഞാൻ പലപ്പോഴും കാണുന്നത് ഈവൻ ഒരു മാർക്ക് മേടിക്കാൻ തന്നെ പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് GS-ല്. കാരണം എവിടെന്നാ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പൊ മാത്സും ഇംഗ്ലീഷും റീസണിങ് നമുക്ക് പറയാം, അതിനൊരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്, ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. പക്ഷെ GS അല്ലെങ്കിൽ GA ജനറൽ അവയർനെസ് ഒരിക്കലും അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ അതിനെന്താ, എങ്ങനെയാ പഠിച്ചത് GA ഒക്കെ? ഞാൻ PSCക്ക് പഠിച്ച സമയത്ത് കുറച്ച് GA പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹിസ്റ്ററി പോലത്തെ സാധനങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അത് ഓഫ് കോഴ്സ് എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. SSCയുടെ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അല്ലാതെ പിന്നെ SSCക്ക് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് പോലത്തെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് GK വരുന്നത്, അതാണ് കുറച്ചുകൂടി ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് ഞാൻ യൂട്യൂബ് വീഡിയോസ് ആണ് സാധാരണ കാണുന്നത്. ഇപ്പൊ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചുമ്മാ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് കേട്ടോണ്ടിരിക്കാം. ഒരു സെക്കൻഡ് പോലും ഞാൻ മിസ് ചെയ്തില്ല. അങ്ങനെയല്ല, അങ്ങനെ മിസ് ചെയ്തില്ല എന്നല്ല, ട്രാവലിംഗ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ടൈം യൂട്ടിലൈസ് ചെയ്യാം. ആ സമയം നമ്മള് ഒരു കറണ്ട് അഫയേഴ്സ് തന്നെ ഇപ്പൊ ഇയർലി അല്ലെങ്കിൽ മന്ത്ലി കറണ്ട് അഫയേഴ്സ് കമ്പൈൻഡ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നമ്മള് ഒരു ചാനലിന്റെ വീഡിയോ കേൾക്കുന്നു, അതേ മന്തിൽ തന്നെ വേറൊരു ചാനലിലെ വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ റിവിഷൻ പോലെ തനിയെ വരും. ഒരു 5 വീഡിയോ കേൾക്കുമ്പോൾ നമുക്ക് ആ മന്ത് നമ്മളെ ക്ലിയർ ആവും. അപ്പൊ അതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കത്തില്ല, ഇപ്പൊ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാ? സയൻസ് ഞാൻ +2 സയൻസ് പഠിച്ചിരുന്നത് കൊണ്ട് സയൻസ് എനിക്ക് കുഴപ്പമില്ല. ബയോളജിയാണ് ഞാൻ കുറച്ചധികം വീക്ക് ആയിട്ടുള്ളത്. പക്ഷെ ബയോളജിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട് താനും, കിങ്ഡം പോലത്തെ ക്വസ്റ്റ്യൻസ്. അപ്പൊ അതൊക്കെ അതൊന്നും ഇതുവരെ പഠിച്ചിട്ടില്ല, കവർ ചെയ്തിട്ടില്ല. ശ്രീധരത്ത് രഹസ്യമായിട്ട് പറയാം, സാർ അതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല, ഇനിയോടും പോയി പഠിക്കുന്നു. ഓക്കെ, അപ്പൊ അത് പഠിച്ചില്ലേ? സത്യം പറഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ റെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ GA. കറണ്ട് അഫയേഴ്സിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം മേ ബി. അപ്പോ ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. മാക്സിമം കോൺസെൻട്രേഷനും ബാക്കിയുള്ള സബ്ജക്റ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ GA നമുക്ക് ഈ പറഞ്ഞ ഹിസ്റ്ററി, പൊളിറ്റിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കഴിഞ്ഞ മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എനിക്കൊന്ന് പ്രിലിംസ് ആണെന്ന് തോന്നുന്നു, ഒരു ക്വസ്റ്റ്യൻ വന്നതായിരുന്നു, ഒരു ഓഫീസറിന്റെ ടേബിളിൽ ഫ്ലാഗ് വെക്കുമ്പോൾ അത് ഏത് ആർട്ടിക്കിളിൽ വരുന്നതാ. കാരണം നമ്മൾ ഒരിക്കലും പഠിക്കാത്ത കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്. അപ്പോ അതിന് വേണ്ടി ഏതെങ്കിലും ബുക്ക് വല്ലോ, പൊളിറ്റിക്ക് വേണ്ടി ഏതെങ്കിലും ബുക്ക് വല്ലോ? ലക്ഷ്മികാന്തിന്റെ ബുക്കാണ്, റെഫർ ചെയ്യുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ GK ആണെങ്കിൽ കൂടി ഒരുപാട് നോക്കിയിട്ടുണ്ട്. ഭാഗ്യം പോലെ അങ്ങനെയാണ് തോന്നാറ്, ഏറെക്കുറെ ഭാഗ്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്തായാലും പറയാം, 25 മാർക്സ് എന്ന് പറയുന്നത് 27 മാർക്ക് അല്ലേ? 27 മാർക്കും ചെറിയൊരു മാർക്കല്ല. കാരണം ഈവൻ മാത്സിനും ഇംഗ്ലീഷിനും റീസണിനും ഫുള്ള് മേടിച്ച പലർക്കും അതിൽ ഒരു മാർക്ക് മേടിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ഇവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പലർക്കും ഒരു 10 മാർക്ക് പോലും മേടിക്കാൻ പറ്റുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം 18ാം തീയതിയുള്ള ഷിഫ്റ്റ് ഇത്തിരി ടഫായിരുന്നു, GK കുറച്ചധികം ടഫായിരുന്നു. അതിൽ 27 മാർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെയല്ല, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് പ്രീത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മാത്സിന്റെ എല്ലാം കാര്യം പറഞ്ഞു. അപ്പൊ ഇതിന് വേണ്ടി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ടൈം ടേബിൾ ആക്ച്വലി ഒരു ഫ്ലെക്സിബിൾ ടൈം ടേബിൾ വെക്കാന്ന് പറയുന്നതാണ് എന്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് രാവിലെ ഇത്ര മണിക്ക് എഴുന്നേറ്റ് എല്ലാ ദിവസവും ഇത്ര മണിക്കൂർ പഠിക്കും, രാവിലെ 7 തൊട്ട് 10 വരെ ഞാൻ ഇന്നത് പഠിക്കും എന്ന് പറഞ്ഞു വെക്കാതെ, ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ എനിക്ക് മൂടില്ല എങ്കിലും അന്ന് പഠിക്കുന്നില്ല. പഠിക്കുന്ന സമയം നമ്മൾ 100% കൊടുക്കും. ആ ഒരു 100% കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ ഫുൾ എഫേർട്ട് അതിൽ കൊടുത്ത് അന്നേരം പഠിക്കുക. നമ്മളിപ്പോ അരമണിക്കൂറാണ് ഇരിക്കുന്നെങ്കിൽ ആ സമയം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ നമുക്ക് റിവിഷൻ, അങ്ങനെ ഒരു റിവിഷൻ ഉണ്ടോ ശരിക്കും പ്രീതിന്? റിവിഷൻ വേണം. റിവിഷൻ ഇല്ലെങ്കിൽ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉപയോഗമില്ല. റിവിഷൻ പ്രത്യേകിച്ച് GKയുടെ കാര്യത്തില് പിന്നെ മാത്സിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ, ഇപ്പൊ മാത്സിന്റെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ചെയ്യുക. അതായത് ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാകും, നമുക്ക് കൺവെൻഷനിൽ ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ നമ്മള് എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ടൈമാണ് നമ്മുടെ കിങ്. ടൈമാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ആ ടൈമിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് ആ ഷോർട്ട് കട്ട് നമുക്ക് അവിടെ അറിഞ്ഞിരിക്കണം, നമ്മൾ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ ആ ഷോർട്ട് കട്ട് നമ്മൾ മറന്നു പോകാതിരിക്കാൻ ഇത് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കാര്യം ചോദിക്കാം. ടൈം ഇപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് പ്രഷർ, എക്സാം ഹോളിൽ ഇരിക്കുന്ന ഒരു പ്രഷർ. എനിക്ക് ആ പറയുന്ന 100 ക്വസ്റ്റ്യൻ 1 മണിക്കൂർ കൊണ്ട് സാർ കാണാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നു. കൂടാതെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ അതിന്റെ എക്സ്ട്രാ പ്രഷർ വരുന്നത്, അങ്ങനെ വല്ലതും എപ്പോഴെങ്കിലും പ്രീതിന് ഫേസ് ചെയ്തിട്ടുണ്ടോ? പ്രഷർ എനിക്ക് പൊതുവെ കുറവാണ്. ആണോ? ഞാൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. കുറച്ച് കൂളാണ്. എക്സാമിന് അങ്ങനെ പ്രഷർ ഒന്നും വരാറില്ല. പക്ഷെ എന്നാലും പ്രഷർ വരാതിരിക്കാനായിട്ട് മോക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. മോക്ക് നമ്മൾ എത്രത്തോളം മോക്ക് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ മോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലൊരു മോക്ക് ചെയ്യുന്ന ലാഘവത്തിൽ നമുക്ക് എക്സാം കിട്ടാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രഷറിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ദെൻ മാർക്കിന്റെ കാര്യമാണെങ്കിലും താങ്കൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മോക്ക് ടെസ്റ്റ്, ഏത് മോക്ക് ടെസ്റ്റ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആപ്പ് അതിനുവേണ്ടി യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താണ് ചെയ്യുന്നത്.
ഒരുവിധം എല്ലാ, അതായത് എക്സാം അടുത്തിരിക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാ ദിവസവും ഫുൾ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ദിവസം ഒന്നേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ അതിന്റെ അനാലിസിസ് ചെയ്യാന്നുള്ളതാണ് അതാണ് മെയിൻ. ഒരിക്കലും ഒരു മോക്ക് ചെയ്യുമ്പോൾ അതിന്റെ മാർക്ക് കുറഞ്ഞു പോയി അതൊന്നും എഫക്ട് ചെയ്യാറില്ല. അതൊക്കെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ പിയർ, നമ്മുടെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളെപ്പോഴും അവരായിരിക്കും ആശ്രയിക്കുന്നത്. നമ്മളിങ്ങനെ വളരെ ഡെസ്പായി പോയി ചിലപ്പോൾ നമ്മള് മാർക്ക് കണ്ടിട്ട് ഇത്രയും കുറഞ്ഞു പോയി, ഞാൻ ഇത് എങ്ങനെ എക്സാമിന് എഴുതും എന്നൊരു തോന്നുമ്പോൾ അഫ്കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മളെ അത് കുഴപ്പമില്ല, ഇല്ലേ ഒരു എക്സാം എന്നുള്ള രീതിയിൽ കണ്ട് ഇറങ്ങുക, അടുത്തത് അത്രേ ഉള്ളൂ. അങ്ങനെ പിയർ ഗ്രൂപ്പുള്ള ആരെങ്കിലും ഉണ്ടോ ഈ പറഞ്ഞ പേരെടുത്ത് പറയത്തൊക്കെ അത്രയും സപ്പോർട്ട് ചെയ്താൽ? നമ്മുടെ സർക്കിളിൽ തന്നെ ഉള്ള എല്ലാവർക്കും ഒരാളുടെ പേരെടുത്ത് പറയുന്നത് ഒരുപാട് പേരുണ്ടല്ലോ, ഒരു വലിയ സർക്കിളുണ്ട്. ആ സർക്കിളിൽ എല്ലാവരും തന്നെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഡൗൺ ആവരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ഒത്തിരി. ഇപ്പൊ നമ്മുടെ സർക്കിളിൽ തന്നെ എക്സ് സർവീസ് ചേട്ടന്മാരുണ്ട്. അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ ഇതൊന്നും ഒന്നുമല്ല, ലൈഫേ കണ്ടിട്ടില്ല, ലൈഫ് ഇതൊരു എക്സാം ആണ്, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ തന്നെ വരാം. ഡിപ്രസ് ആവുക, മോട്ടിവേറ്റ് ആയിട്ട് നിൽക്കുക, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ വലിയ വലിയ വാക്കുകളാണ്. ഇപ്പൊ പ്രീതി തന്നെ പറഞ്ഞു, എക്സാം ആകുമ്പോൾ ഞാൻ ചില സമയം ഡൗൺ ആയി പോകാറുണ്ട്. അപ്പൊ ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും. ചില സമയം വീട്ടിൽ നിന്ന് ഇറങ്ങി എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ സമയം ഞാൻ ഡൗൺ ആയി പോകാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇതിനേക്കാൾ നല്ല ജോബ് നേടുന്നു, അല്ലെങ്കിൽ കൂടെയുള്ള പിയർ ഗ്രൂപ്പിലുള്ളവർ പെട്ടെന്ന് ജോബ് നേടി പോകുന്നു, അല്ലെങ്കിൽ പഠിച്ചൊരു 1.5 വർഷം 2 വർഷം ഇതൊരു ജോബൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മോട്ടിവേഷൻ വേണം. ഇതിന്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ മോട്ടിവേഷൻ വേണം. അപ്പൊ എങ്ങനെ മോട്ടിവേറ്റഡ് എന്ന് പറയുന്നത് മെയിൻലി എനിക്ക് മോട്ടിവേഷൻ ആവുന്നത് കൂടെ ഉള്ളവർ പഠിച്ച് ജോലി മേടിക്കുന്നത് കാണുമ്പോഴാണ്. നമുക്ക് ഒരു ദിവസം അവിടെ എത്താൻ പറ്റും എന്നൊരു ഹോപ്പ് വരും. മോട്ടിവേഷൻ, അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ എന്തായാലും നമ്മുടെ കൂടെ നിന്ന് അതിന്റെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഒരു കല്യാണത്തിന് മുന്നേ എന്തായാലും ഒരു ജോലി വേണം എന്നുള്ളത് എന്റെ ഉള്ളിലുള്ളൊരു മോട്ടിവേഷനാണ്. ഒരു വാശി തന്നെയായിരുന്നു, ഒരു വാശിയാണ്, നേടിയേ പറ്റൂ. അതെ, ഓക്കെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് മോട്ടിവേറ്റഡ് എന്നത്. അതെ, ശരി. അപ്പൊ ഞാൻ അതിലോട്ടും വരാം. അപ്പൊ അതിലോട്ടൊരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ ഈ ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ജനറേഷൻ അല്ല എന്നിരുന്നാൽ കൂടി ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും സോഷ്യൽ മീഡിയ വളരെ അധികം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എല്ലാവരുടെ കയ്യിലും എപ്പോഴും യൂട്യൂബ്, ട്വിറ്റർ, ഫേസ്ബുക്ക് എല്ലാവരും കാരണം നമ്മൾ ബിസിയാണ് അതില്. അപ്പൊ അതിലൂടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാല്, നമ്മൾ ചിലപ്പോൾ ഒരു ഷോർട്സ് നോക്കാനായിരിക്കും ഫോൺ എടുക്കുന്നത്. പക്ഷെ ഒരു 10-20 ഷോർട്സ് വരുമ്പോഴേക്കും നമ്മൾ അറിയുന്നത് 1/2 മണിക്കൂർ കഴിഞ്ഞു. അത് എപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിനും ഇപ്പൊ യൂട്യൂബിനായാലും ഫേസ്ബുക്കിനായാലും എല്ലാത്തിനും ആക്റ്റീവ് ആണ്. പക്ഷെ ഞാൻ എല്ലാത്തിനും ഒരു ടൈമർ വെച്ചിട്ടുണ്ട്. ഫോണിൽ തന്നെ ടൈമർ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിന് 1.5 മണിക്കൂർ, എന്റെ ഒരു ദിവസത്തിൽ 1.5 മണിക്കൂർ ഞാൻ അവിടെ കളയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റില്ല. ആ ഒരു ഇതില് ഇടമാണ്. സ്നൂസ് ചെയ്ത് കളയാ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അതില് ഫോക്കസ്ഡ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാത്തിലും ആപ്പില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ മടക്കി വെക്കുക, പോയിട്ട് പഠിക്കുക. അപ്പൊ സോഷ്യൽ മീഡിയ ഒരുപാട് എഫക്ട് ചെയ്തിട്ടില്ല ശരിക്കും. ഓക്കെ. സോഷ്യൽ മീഡിയ വഴി പഠിക്കാം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ വല്ലതും ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ഷോർട്സ് കാണുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും അപ്പൊ അതുവഴി പഠിക്കുക അങ്ങനെ എന്തെങ്കിലും നോക്കാറുണ്ടോ? യൂട്യൂബ് വഴി പഠിക്കാറുണ്ട്. യൂട്യൂബ് മെയിൻ വീഡിയോ ക്ലാസ്സസ് യൂട്യൂബ് വഴി കാണാറുണ്ട്, അതിന്ന് നോട്ട്സ് എടുക്കാറുണ്ട്. അപ്പം അതിന്ന് ഡൈവേർട്ടായി പോവാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സത്യം, അത് കറക്റ്റാണ്. യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഷോർട്സ് ആയിരിക്കും വരുന്നത്. അന്നേരം അത് പിന്നെ സ്ക്രോൾ ചെയ്യാൻ ഒരു ടെംപ്റ്റേഷൻ വരും. ഒത്തിരി ബുദ്ധിമുട്ടാണ്, പറയുന്നത് അത്ര എളുപ്പമല്ല, അത് വലിയ കഴിവ് തന്നെയാണ്. അപ്പം ഫൈൻ. ദെൻ നമുക്കിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ, വരാണ്ട റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലാബ് ഫെസിലിറ്റി ഉണ്ട്, ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. അതല്ലാതെ നമുക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പൊ ക്ലാസ് റൂംസ് ആണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സ്പേസ് ഉണ്ട്. എങ്ങനെ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ? എങ്ങനെ പ്രീതി എങ്ങനെയാണ്? ഇവിടുത്തെ സ്പേസ് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മൾ ഇവിടെ വന്നിരിക്കാം. നമുക്ക് രാവിലെയാണ് കംഫർട്ടബിൾ എങ്കിൽ നമുക്ക് രാവിലെ വരാം, രാത്രിയാണ് ഐ മീൻ വൈകുന്നേരം വരെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. നമുക്ക് 10 മണി വരെ വേണമെങ്കിലും ഇവിടെ ഇരിക്കാം. ഞാനിവിടെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴാണ് എത്തുന്നത്. ഞാൻ ഇപ്പൊ ഡേ സ്കോളർ ആണ്. നേരത്തെ ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. അന്നേരം ഞാൻ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരും, വൈകിട്ട് ഒരു 7 മണി 6 മണി ആ ഒരു സമയം പോകും. ഇപ്പോൾ ഞാൻ ഒരു 10 മണിക്കാണ് എത്തുന്നത്. എത്തിയ ഒരു 6 മണി 6:15 വരെ ഇവിടെ ഓൾമോസ്റ്റ് 6 മണിക്കൂർ 8 മണിക്കൂറോളം റേസിൽ തന്നെ വന്നിരുന്ന് പഠിക്കുന്നുണ്ട്. സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ? അതിന്റെ ഒരു ടെക്നിക്ക് എന്താ? ഹെൽപ്പ് ചെയ്യാൻ നമ്മള് വീട്ടിലിരുന്നും പഠിക്കാം. ഇപ്പൊ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് പോലെ നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരുന്നും പഠിക്കാം. പക്ഷെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഡിസ്ട്രാക്ഷൻ.
ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കുടിക്കുക, അടുക്കള വരെ പോവാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുക്കളയിൽ നിന്ന് കുറച്ച് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ റേസിൽ വന്ന് ഇരിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ വേറൊരാൾ പഠിക്കുന്ന കാണുമ്പോ അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ എന്നൊരു ടെൻഷൻ വരും. ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പഠിക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഒരു എല്ലാ ദിവസവും ഇപ്പൊ ശനി ഞായറൊക്കെ എങ്ങനെയാ? ശനി ഞായർ ഞാൻ ആക്ച്വലി ഇവിടെ വരാറില്ല. ഞാൻ മൺഡേ ടു ഫ്രൈഡേ ആണ് മസ്റ്റ് ആയിട്ട് വന്നിരിക്കും. എന്ത് കാരണം വന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് പഠിക്കുക. മാക്സിമം ഞാൻ വരാൻ നോക്കും. ശരി. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ ഇനിഷ്യലി പറഞ്ഞ റിസൾട്ട് വന്നപ്പോൾ ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും അറിഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാ അറിയുന്നത്? റിസൾട്ട് വന്നു ആരെങ്കിലും വിളിച്ച് പറയണോ ചെയ്ത്? അല്ലല്ല, ഞാൻ ടെലിഗ്രാമിൽ കണ്ടു. ശരി. അപ്പോ ആരെ ആദ്യം ഇൻഫോം ചെയ്ത് റിസൾട്ട് കണ്ടപ്പോ? ഞാൻ ആക്ച്വലി ആദ്യം ഇൻഫോം ചെയ്തത് എന്റെ അമ്മയാണ്. വീട്ടിൽ തന്നെയായിരുന്നു. ആറ്റിൽ പൊങ്കാല സമയമായതുകൊണ്ട് അതെ, വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ. അപ്പൊ അമ്മയോടാണ് ഞാൻ ചെന്ന് പറഞ്ഞത്. അമ്മ റിസൾട്ട് കിട്ടി. അമ്മയുടെ റെസ്പോൺസ് എന്തായിരുന്നു? അപ്പൊ ഓഫ്കോഴ്സ് ഭയങ്കര ഹാപ്പിയാണ്. അമ്മ ഡെയിലി വന്നിങ്ങനെ ചോദിക്കുമായിരുന്നു റിസൾട്ട് വന്നു എന്താ. അതെ, അമ്മയാണ് ഒത്തിരി ക്യൂരിയസ്. അപ്പൊ അമ്മയാണ് വന്ന് ചോദിച്ചത്. അപ്പൊ അമ്മയോട് പറഞ്ഞു. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ അമ്മയുടെ ഹാപ്പി അവിടെ സന്തോഷം കണ്ടിട്ടാണ് അച്ഛൻ വന്നിരിക്കും എന്ത് പറ്റി എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പിന്നെ വീട്ടിൽ നമുക്ക് റിസൾട്ട് പ്രീതനെ പറഞ്ഞു. ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്നിരുന്നാൽ കൂടി. അപ്പം റിസൾട്ട് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ചിലപ്പോ ഏതെങ്കിലും ബീജം വല്ലതും വരുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ബീജം വല്ലതും ആ ബീജം പറഞ്ഞിട്ട് നമുക്ക് ആ ബീജം ഇതിന്റെ കൂടെ ഇട്ടായിരുന്നു. അതുകൊണ്ട് ശരി. അപ്പൊ എന്താ പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു കാര്യം എന്താ റിസൾട്ട് വന്നപ്പോ? നമ്മുടെ പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്സില് ആ ഒരു സെക്കൻഡ്. ഓക്കെ, ഹാപ്പിനെസ്. അതാ കറക്റ്റ്. ആ ഒരു സെക്കൻഡ് ആണ്. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരൊറ്റ സെക്കൻഡ് വേണ്ടിയാണ്. ഇനി അടുത്ത് കുറെ കഷ്ടപ്പെടാൻ പോകുന്നത് വേറെ ഏതോ ഒരു സക്സസിന് വേണ്ടിയാണ്. കറക്റ്റ്. അപ്പോ അറ്റ് ലാസ്റ്റ് എന്താണ് ഇനി വരുന്ന പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന്? ഇപ്പൊ നിങ്ങളുടെ കൊളീഗ്സ് കാണും, അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ റേസിലോ അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നാണെങ്കിലും കൂടി പഠിക്കുന്ന ഒരുപാട് ആസ്പിറൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്താ ശരിക്കും പ്രീതിന് പറയാനുള്ളതെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആയിരിക്കുക. നമ്മള് ഇപ്പൊ ഒരു ദിവസം 10 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിലും എല്ലാ ദിവസവും ചെയ്യുക. അല്ലാതെ ഇപ്പൊ ഒരു ദിവസം ചെയ്തു പിന്നെ ഒരു 2 ആഴ്ച റെസ്റ്റ് എടുത്തു എന്നിട്ട് പിന്നെ വന്ന് ചെയ്യുക. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പോകും. നമ്മൾ ആ ഒരു അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അത് ചെയ്യുക. പിന്നെ നമുക്ക് എന്താണ് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി? ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കൂല വേറൊരാൾക്ക് വർക്കാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വർക്കാവുന്ന സ്ട്രാറ്റജി എന്താ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മൾ 100% അതിൽ ഇൻപുട്ട് കൊടുക്കുക. ഔട്ട്പുട്ട് വരുന്നോ നോക്കുക. വന്നിരിക്കും. ഞങ്ങളുടെ ടീമിനാണെങ്കിലും ഇപ്പൊ വരാൻ ട്രിവാൻഡ്രം ടീമിനാണെങ്കിലും അത്രത്തോളം സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, ഒരു ഫാമിലിയിലെ ചേട്ടനും അനിയത്തിക്കും ഗവൺമെന്റ് സെക്ടറിൽ ജോലി കിട്ടുക, അതിൽ ചെറിയൊരു പങ്കാണെങ്കിലും ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയുക. അതിൽ പരം വേറെ സന്തോഷമൊന്നുമില്ല. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് പഠിക്കുന്ന ആസ്പിറൻസിനോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഫാമിലിയിൽ ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ ഒരു ഫാമിലിനെ രക്ഷപ്പെട്ടതിന് തുല്യമാണ്. അപ്പം എനിക്കൊന്ന് പൃഥ്വിന് ജോബ് കിട്ടിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പൃഥ്വി ആ സക്സസിൽ എത്തിയതുകൊണ്ടായിരിക്കാം പ്രീതും ഇവിടെ വന്ന് റേസിൽ വന്ന് പഠിക്കാൻ ഒരു നിമിത്തമായത് മേ ബി. ഓക്കെ, അപ്പോ കണ്ടോ, ഇപ്പൊ ഒരാൾക്ക് ജോബ് കിട്ടുമ്പോൾ ആ ഫാമിലിയോടെ ഇപ്പം തനിക്ക് ജോബ് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. ഓക്കെ.